ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 VS6 മോഡൽ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടൊന്ന് പറഞ്ഞേക്കണേ. അതേപോലെ തന്നെ ലെഫ്റ്റ് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി സെൽഫ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ബ്രേക്ക് സൗണ്ട് അങ്ങനെയൊക്കെയാണ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ലൈൻഡർ കിടക്കണം, ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് നമുക്കൊന്ന് യൂസ് ചെയ്തേക്കുന്നത്. ബ്രേക്ക് ക്യാമറ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയർ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ, ഫുള്ള് തീർന്ന് കിടക്കണം. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് മാറ്റണം ശ്രദ്ധിച്ചോളാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ നമുക്ക് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, പുതിയ ഫിൽറ്ററാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ക്ലച്ച് സൈഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് സൈഡ് നമുക്ക് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടുകൾ തേമാനം ഉണ്ടോ എന്നുള്ളത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചതാണ്. അപ്പോൾ ബെൽറ്റൊക്കെ നല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്. അതേപോലെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ക്ലച്ച് യൂണിറ്റൊന്നും വേറെ കംപ്ലയിൻറ്റുകളായിട്ടൊന്നുമില്ല കേട്ടോ. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാന കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടുണ്ട്. പ്ലേയൊക്കെ അത്യാവശ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, തൽക്കാലം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിടാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഓൾറെഡി ബാക്ക് വീൽ അഴിച്ചേക്കണ കാരണമാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് വിടും കേട്ടോ. ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് തന്നെ ഈ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ അതിന് വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.97 വരെ കാണിക്കുന്നുണ്ട്. ലോട്ടസിലേക്ക് വിടുമ്പോഴും 9 വോൾട്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ പോർഷനൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല. പിന്നെ ഓൾറെഡി ഈ സൈലൻസറിൻ്റെ മഫ്ലർ ബോൾട്ടുകളൊക്കെ ചെക്ക് ചെയ്ത് വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ബ്രേക്കിൻ്റെ സ്വിച്ചുകൾ, ബ്രേക്ക് സ്വിച്ച് ലെഫ്റ്റ് സൈഡ് പറഞ്ഞ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് മാറ്റുന്നുണ്ട്. പിന്നെ ബ്രേക്ക് സൗണ്ട് പറഞ്ഞ പ്രകാരം വീലൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. പിന്നെ സ്വിച്ചുകൾ, ഹോൺ, ഇൻഡിക്കേറ്റർ, അതിൻ്റെ എല്ലാ സ്വിച്ചുകളും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളൂ, വേറെ കാര്യമായിട്ടുള്ള ഐറ്റംസും മാറ്റാനൊന്നുമില്ല. ബ്രേക്ക് സ്വിച്ച് മാത്രമാണ് നമുക്ക് മാറ്റേണ്ടത്. ബ്രേക്ക് സ്വിച്ച്, എഞ്ചിൻ ഓയിൽ മാറ്റാനുണ്ട് കേട്ടോ. ടയർ പിന്നെ ശ്രദ്ധിച്ചോളാം, ഇടയ്ക്കൊന്നും മാറ്റേണ്ടത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ വിളിക്കാം. ഏകദേശം നമുക്കൊരു 3 മണി 3:30 ആവും തീരുമ്പോഴത്തേക്കും. ഓക്കെ.